ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ദേശീയപാതകൾ പലയിടത്തും മഴയൊന്നും പെയ്തോടെ തകർന്നുപോയ ദുസ്ഥിതിയുണ്ട്. ജനവികാരം ശക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ദേശീയപാതകളിലെ തകർന്ന ഇടങ്ങളിലെ പുനർനിർമ്മാണം എത്ര വേഗത്തിൽ എന്ന കാര്യത്തിലുമൊക്കെ ഒരു വ്യക്തത കൂടുതലായി ഉണ്ടാകേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്താനായി ഡൽഹിയിലേക്ക് എത്തുന്നു. കേരളത്തിലെ പ്രത്യേക മന്ത്രി കെ വി തോമസ്, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ തത്സമയം കാണുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നിതിൻ ഗഡ്കരിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. നേരത്തെ തന്നെ അതെല്ലാവർക്കും അറിയുന്നതുമാണ്. ആ ഊഷ്മളമായ ബന്ധം കേരളത്തിലെ ദേശീയപാത വികസനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കി എന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. അതിനിടയിലാണിപ്പോൾ ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ നാട്ടുകാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. പലയിടത്തും ദേശീയപാതയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നിർമ്മാണത്തിൽ. അവയൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. അർജുൻ പിതാമനുണ്ട്. അർജുൻ, കൂടിക്കാഴ്ച തുടങ്ങുകയാണ്. ത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര നിതിൻ ഗഡ്കരിയും ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കൂരിയാട് തകർച്ച ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ള കാര്യമാണ്, ആ ഒരു ആഗ്രഹമാണ് നിലവിൽ എന്തായാലും കേരളത്തിന്, സംസ്ഥാനത്തുള്ളത്. ഈ ആവശ്യം കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ നിലവിലുള്ള അവസ്ഥ അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ, കൃത്യമായിട്ടുള്ള ആവശ്യം, ഒപ്പം നിലവിലെ സ്ഥിതിഗതികൾ, സാഹചര്യം എല്ലാം തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രിയെ അറിയിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കൂരിയാട് മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും NH-66 തകർച്ച, ഇതിന്റെ ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ, പകരം ഒരു ബദൽ പാത തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യം ഉന്നയിക്കാനാണ് ഈ യോഗം പ്രധാനമായിട്ടും ചേരുന്നത്. അതിൽ തന്നെ വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ട്. അത് പല തരത്തിലാണ്. അതായത് ഒരുപക്ഷെ നിയമ നടപടികളിലേക്കും പല കേസുകളിലേക്കടക്കം ഇപ്പോൾ ഈ കാര്യം പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ തകർച്ച പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ, അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതിന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേസുകളിലേക്കോ മറ്റു നിയമ നടപടികളിലേക്കോ ഒന്നും തന്നെ പോകാനുള്ള സാധ്യതയില്ല. മറിച്ച് സമയബന്ധിതമായി എങ്ങനെ ഈ ഒരു നിർമ്മാണം, ഈ ദേശീയപാത 66ന്റെ നിർമ്മാണം അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം, അതിൽ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഇടപെടൽ തേടും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ കേരളത്തിന്റെ നിർദ്ദേശം, അതായത് ഒരു ബദൽ പാത എന്നുള്ള കാര്യം തന്നെയാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പക്ഷേ ഈ ഇപ്പോഴുള്ള ഈ തകർന്ന ഇടത്തെ ഈ പാതകളെല്ലാം തന്നെ മാറ്റണം. അതിന് വലിയ രീതിയിൽ സമയമെടുക്കും. ഒപ്പം പൈലിംഗ് നടത്തി അവിടെ ഒരു പില്ലറുകൾ സ്ഥാപിച്ച് ഒരു മേൽപ്പാലം പണിയുക എന്നുള്ള കാര്യമൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കുമെന്നുള്ള ഒരു സ്ഥിതിഗതിയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ, അവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ഈ ഇപ്പോഴത്തെ സ്ഥിതി എല്ലാം തന്നെ വിശദമായി പഠിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് നിലവിൽ സംസ്ഥാനം കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കുന്നത്. അതിൽ അവരുടെ അഭിപ്രായം കൂടി തേടി, ഒപ്പം എത്രയും പെട്ടെന്ന് ഒരു ബദൽ പാത, അതായത് സമയബന്ധിതമായി ഈ NH-66 പൂർത്തിയാക്കുക എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് അതിന് കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻ കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ കേന്ദ്ര റെയിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ശബരിപാതയ്ക്ക് പച്ചക്കൊടി കാണിക്കുന്നത്, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നു. ഇന്നും ദേശീയപാതയുടെ ഈ പുനർനിർമ്മാണം, തകർന്ന ഭാഗത്തെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും അത്തരമൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കണോ? നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? രതീഷ്, ഈ NH-66നോടൊപ്പം തന്നെ ചില പുതിയ പദ്ധതികളുടെ കാര്യവും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്ത് അതിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങുന്ന കാര്യം കൂടി നേരത്തെ മുഹമ്മദ് റിയാസ് ഉന്നയിച്ചിരുന്നു. ആ കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ അകത്ത് ചർച്ചയാവും. അങ്ങനെയാണെങ്കിൽ വയനാട് തുരങ്കപാത അടക്കമുള്ള കാര്യങ്ങൾ, അതിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിർമ്മാണത്തിന് ഗതാഗത മന്ത്രാലയത്തിന്റെ കൂടി നിർദ്ദേശങ്ങൾ, അവരുടെ കൂടി
പിന്തുണ, അവരുടെ ഈ അംഗീകാരം അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിയെടുക്കുക, അങ്ങനെ പുതിയ ചില പാതകളുടെയും പുതിയ ചില പദ്ധതികളുടെയും കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. പക്ഷേ അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ അപ്പോഴും ഈ NH66 അതിൽ തന്നെ കൂരിയാട് ഭാഗത്തുണ്ടായ തകർച്ച, മറ്റിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് അതിൽ എന്താണ് ഒരു റെസൊല്യൂഷൻ, അതിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു ധാരണ, അതിൽ എന്താണ് കേന്ദ്ര മന്ത്രാലയം മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാക്കി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ എന്തായാലും